കുറവ് അനുഭവപ്പെടുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം? ശ്രീ കിഷോർ, താങ്കൾ പറഞ്ഞത് 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം. ഈ സ്വപ്ന പദ്ധതി വിഴിഞ്ഞത്ത് വരുമ്പോൾ, അതായത് ഭാരതത്തിലെ ആദ്യത്തെ ഒരു മദർ പോർട്ട്, ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് വിഴിഞ്ഞത്ത് വരുമ്പോൾ നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ യുവജനങ്ങൾക്ക് ഒക്കെ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അസ്തമിച്ച് തുടങ്ങിയോ എന്ന് ഉള്ള ചോദ്യത്തിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിശയിക്കാനില്ല എന്നേ പറയാനൊക്കുള്ളൂ. കാരണം പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ വിഴിഞ്ഞം തുറമുഖം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്ത് അത് നാടിന് സമർപ്പിച്ച് കഴിഞ്ഞിട്ടും മാസങ്ങളായി. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആ തുറമുഖം അവിടെ വന്നു, അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി, അത് ഇന്നും ഒരെണ്ണം കടലാസിൽ ഒതുങ്ങുന്നു, ഒരെണ്ണം അവിടെ യാഥാർത്ഥ്യമായിട്ടേ ഇല്ല. നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ, ശരീരത്തിലെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന പോലെ റോഡ് നെറ്റ്വർക്കും റെയിൽവേ നെറ്റ്വർക്കുമാണ് ഒരു തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അതിവിടെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഗതികേടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഇവിടെ ഈ തുറമുഖം നടന്നു പോകും. എന്തുകൊണ്ടാണ്? ഇതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. വലിയ കൂറ്റൻ മദർഷിപ്പുകൾ ഇവിടെ കൊണ്ടുവന്ന് ചരക്കാക്കുന്നു. ചെറു കപ്പലുകൾ വന്ന്, ഈ ഫീഡർ വെസലുകൾ വന്ന് ഈ ചരക്കുകൾ മറ്റ് തുറമുഖങ്ങളിലേക്ക്, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്, അടുത്തുള്ള തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് നടന്നു പോയാൽ പോർട്ട് നടത്തുന്ന ആളിന് നഷ്ടമൊന്നും വരില്ല, ലാഭമുണ്ടാകും. അതിലൊരു വിഹിതം GST ആയിട്ട് സർക്കാരിന് ലഭിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ നാടിന് എന്ത് പ്രയോജനം ലഭിക്കും, നമ്മുടെ യുവാക്കൾക്ക് എന്ത് പ്രയോജനം ലഭിക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരണം. ഈ വിഴിഞ്ഞം തുറമുഖത്തിന് സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്തെത്തിയാൽ ചെറിയ ചെറിയ വീടുകൾ വാടകയ്ക്കെടുത്ത് കാർഗോ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ പിന്നീട് കാർഗോ അയക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ കമ്പനികൾ ഓരോരുത്തർ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ എക്സിം കാർഗോ മന്ത്രി VN വാസവൻ പ്രഖ്യാപിച്ച് തുടങ്ങുന്നത് 2 ദിവസത്തിനകത്താണ്. ആ ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇനി എന്നാണ് തുടങ്ങുന്നത്? അല്ല കിഷോർ, നമ്മൾ കാണേണ്ടത് ലക്ഷക്കണക്കിന് പിന്നീട് കണ്ടെയ്നർ അവിടെ കൈകാര്യം ചെയ്തിട്ട് ഒരു കണ്ടെയ്നർ നമ്മുടെ റോഡിലൂടെ പോയോ? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഒരു കണ്ടെയ്നർ റോഡിലൂടെ പോയി 100 കിലോമീറ്റർ അകലെയുള്ള ഒരു ഡെസ്റ്റിനേഷനിലെത്തി ആ കണ്ടെയ്നറിൽ സാധനം ഇറക്കി കഴിയുമ്പോൾ മാത്രമേ ഈ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് പറയും. ആ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുള്ളൂ. വ്യവസായം ഏറ്റവും കൂടുതൽ ഊർജിതമാകണമെങ്കിൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ വേണം. നമ്മളെക്കാൾ ഉണർന്ന് തമിഴ്നാട് പ്രവർത്തിച്ചു തുടങ്ങി. ഒരാഴ്ച മുമ്പുള്ള പത്രവാർത്ത എല്ലാവരും ശ്രദ്ധിച്ചു കാണും. എന്താണ്? തിരുനെൽവേലി ജില്ലയിൽ നാങ്കുനേരിക്കടുത്ത് 2260 ഏക്കർ ഭൂമി തമിഴ്നാട് സർക്കാർ ഏറ്റെടുത്തു. ഇവിടുന്ന് 100 കിലോമീറ്റർ മാത്രം. 100 കിലോമീറ്റർ. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം പോകുന്ന സമയം വേണ്ട ഈ പറയുന്ന വിഴിഞ്ഞത്ത് നിന്ന് ഈ തിരുനെൽവേലിയിലെ ഈ സ്ഥലത്തെത്താൻ. 2 ഇൻഡസ്ട്രിയൽ കോറിഡോർ അവിടെ വരുന്നു, വ്യവസായ പാർക്ക് വരുന്നു. ആ പാർക്കിന് വേണ്ടി സ്ഥലം കണ്ടെത്തി അതിൻ്റെ വിജ്ഞാപനവും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. വീണ്ടും 2 പാർക്ക് കൂടെ അവിടെ വരാൻ പോകുന്നു. ഒരെണ്ണം മൂലങ്കരപ്പെട്ടി എന്ന് പറയുന്നത് ഇതിനടുത്ത് തന്നെ ഈ ജില്ലയിലാണ്. മറ്റൊന്നും നാലാമത്തതും ഈ ജില്ലയിൽ തന്നെയാണ്. 4 എണ്ണം അവർ കൊണ്ടുവരുന്നു. 2 എണ്ണത്തിനുള്ള 2260 ഏക്കർ ഭൂമി കണ്ടെത്തി അതിന് വിജ്ഞാപനവും പുറപ്പെടുവിച്ചു, അതിൻ്റെ പ്രവർത്തനവും തുടങ്ങി. തിരുവനന്തപുരത്ത് 100 ഏക്കർ ഭൂമി ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്, വ്യവസായ പാർക്കിന് കണ്ടെത്താൻ നമ്മുടെ സർക്കാരിന് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന ഒരു പദ്ധതിയുടെ പ്രയോജനം നമ്മുടെ നാട്ടുകാർക്ക് കിട്ടാതെ പോകുന്നല്ലോ എന്നുള്ള ദുഃഖം അത് മാത്രമേ നമുക്കുള്ളൂ. ആരാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ സർക്കാർ. നമ്മുടെ സർക്കാരിന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ലേ? കഴിയും. പക്ഷേ സർക്കാർ പറയുന്നത് എന്താണ്? പാലക്കാട്, കഞ്ചിക്കോട് അവിടെയെല്ലാം നമുക്ക് ഇതേപോലെയുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോർ തുടങ്ങണം.
ഒരു തുറമുഖം വരുമ്പോൾ അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങൾ ഇൻഡസ്ട്രിയൽ ഒരു വ്യവസായ കോറിഡോർ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കുണ്ടായി. ആ പാർക്കിൽ വരുന്ന അസംസ്കൃത വസ്തു വരുന്നു, അവിടെ നിന്ന് പ്രോഡക്റ്റ് ആവുന്നു, എത്രയും പെട്ടെന്ന് തുറമുഖത്തിലേക്ക് കൊണ്ടുപോകുന്നു, തുറമുഖത്തു നിന്ന് അസംസ്കൃത വസ്തു വരുന്നു. ഇത് വിത്തിൻ നോ ടൈം എല്ലാം നടക്കണം. ഇതിനൊരു ഉദാഹരണം പറയാം, വളരെ രസകരമായ ഒരു ഉദാഹരണം. കോയമ്പത്തൂരിലെ തിരുപ്പൂരിലെ ഒരു ഗ്രൂപ്പ്, അതായത് തുണി മാനുഫാക്ചറിങ്, അപ്പാരൽ മാനുഫാക്ചറിങ് യൂണിറ്റ്, പണ്ട് ഭാരതപ്പുഴ അത് വന്ന് അറേബ്യൻ കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൊന്നാനി, ഭാരതപ്പുഴയുടെ മൗത്ത് എന്ന് പറയും. അവിടെ ഒരു തുറമുഖം നിർമ്മിക്കാൻ അവർ ഇൻട്രസ്റ്റ് എടുത്ത് വന്നു. അപ്പം നമ്മളന്ന് അവരോട് ചോദിച്ചു, എന്താ ഇതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം? അപ്പോൾ അവർ പറഞ്ഞു, തിരുപ്പൂരിൽ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം വണ്ടിയിൽ ലോഡ് ചെയ്ത്, ട്രക്കിൽ ലോഡ് ചെയ്ത് ചെന്നൈയിലെത്തിച്ച്, ചെന്നൈ പോർട്ടിന് അത് കപ്പലിൽ കയറി, ആ ചെന്നൈയിൽ നിന്ന് ഈ ശ്രീലങ്ക ചുറ്റി കപ്പൽ വന്ന് യൂറോപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെക്കാളും 3-4 ദിവസം ഞങ്ങൾക്ക് ലാഭിക്കാനൊക്കും പൊന്നാനിയിൽ ഒരെണ്ണം വന്നാൽ. തിരുപ്പൂർ, പാലക്കാട്, തൃശ്ശൂരിലെ പൊന്നാനി. ഇതൊരു 10-15 കൊല്ലം മുമ്പുള്ള അവസ്ഥയാണ്. 15 കൊല്ലം മുമ്പ് ആൾക്കാർ നോക്കുന്നത്, ഈ ഇൻഡസ്ട്രി നടത്തുന്നവർ നോക്കുന്നത് അറ്റ് ദി ഏർലിയസ്റ്റ്. മാർക്കറ്റിൽ മത്സരമാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് എടുക്കുന്ന ആ ഒരു ലേലവും 1 മണിക്കുള്ള ലേലവും തമ്മിലുള്ള വ്യത്യാസം അത്ര ഷാർപ്പായിട്ടാണ് ഇന്ന് ലോകത്ത് കിടമത്സരം നടക്കുന്നത്. അതായത് വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വ്യഗ്രത, അത്ര മത്സരം നടക്കുമ്പോൾ അറ്റ് ദി ഏർലിയസ്റ്റ് ഈസ് ദി ബെസ്റ്റ്. ഇവിടുത്തെ വിഴിഞ്ഞത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇച്ഛാശക്തി ഇല്ലാതെ പോകുന്നത്? കാരണം തമിഴ്നാടിന് നമുക്ക് ഇവിടെ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്ത്, താങ്കൾ പറഞ്ഞതുപോലെ ആ സ്ഥലമെല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു. കൂടുതൽ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റിനും തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇച്ഛാശക്തി നമ്മുടെ സർക്കാരിന് ഇല്ലാതെ പോയത്? സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ പത്രവാർത്തകൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വാർത്തകൾ എന്താണ്? യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഗവർണർ അദ്ദേഹത്തിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം, ഓരോ സിൻഡിക്കേറ്റിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം, ഇതൊക്കെയാണ് പ്രധാന ക്യാപ്ഷൻ. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനം എന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. ഭരണകർത്താക്കൾ അതിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ നാടിന് കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ നടത്തിയെടുക്കാനുള്ള യജ്ഞം നടത്തണം.